വേട്ടയാടിയും കായ്ക്കനികളും ഭക്ഷിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രാകൃതമായ ജീവിത രീതികളെല്ലാം മാറി പുതിയൊരു ജീവിത താളം രൂപപ്പെട്ടു. ഈ താളം സഹസ്രാബ്ദങ്ങളും കടന്ന് പുതിയ കാലത്തിന്റെ ഉർവരതയിലേക്ക് വളർന്നു. പക്ഷേ ഭൂതകാലത്തിന്റെ അടരുകളിൽ ചേറും ചെളിയും പുരണ്ട ആ കാർഷിക രീതികളൊക്കെ ഇതാ ഓർമ്മകളായി മാറുകയാണ്. കാരണം എഐയും റോബോട്ടിക്സും നൂതന സാങ്കേതിക വിദ്യകളൊക്കെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിനാലാണ് ഇന്ന് നാം ഈ ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ദീപക് ജയരാജ് സാറാണ്. നമസ്കാരം സർ, സ്വാഗതം. നമസ്കാരം സർ. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇതാ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യന്റെ ഒരു പരിണാമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഇതുപോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം തീ കണ്ടുപിടിക്കുകയാണ്, കൃഷി ചെയ്യുകയാണ്. ഇപ്പോൾ ഇതാ റോബോട്ടിക്സ്, AI പോലെയുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ. എങ്ങനെയാണ് സർ ഈ ഒരു കൃഷിയിടത്തിൽ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുവാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ചെയ്തു വരുന്നതാണ് കൃഷി. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ ജനറൽ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഒരു 9.7 9.8 ബില്യൺ ആയി വളരുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ കൃഷി പുറത്ത് ഇപ്പോൾ ഔട്ട്ഡോർ ഫീൽഡ് കൃഷി എന്ന് പറഞ്ഞാൽ വളർത്തുന്നു, അത് വളർന്നു വരുന്നു. പക്ഷെ അതിപ്പോൾ കാലാവസ്ഥയായി അല്ലെങ്കിൽ വെള്ളം അങ്ങനത്തെ പലതിലും ഡിപ്പെൻഡൻ്റ് ആണ് വരുന്നത്. ഇപ്പം ഇത്രയും ഡിമാൻഡ്സ് വരുന്നുണ്ട്, ആൾക്കാർ കൂടുന്നുണ്ട്, കൃഷിഭൂമി കുറയുന്നുണ്ട്, വെള്ളത്തിന് ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ കേരളത്തിനാണെങ്കിലും മൺസൂൺ മഴ എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഇപ്പം നമ്മൾ ചോദിച്ച് തുടങ്ങിയതായിരുന്നു ഇപ്പോൾ കൂടുതൽ വിളവ് അല്ലെങ്കിൽ കൂടുതൽ ഈൽഡ്. പക്ഷെ വളരെ കുറച്ച് റീസോഴ്സസ് ഉണ്ട് അല്ലേ, കുറവ് വെള്ളം, കുറവ് ഭൂമി, കുറവ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്ത് മഴയുണ്ടോ ഇല്ലയോ എല്ലാത്തിലെയും മാറ്റിയിട്ട് കൂടുതൽ വിളവ് എങ്ങനെ വരാൻ പറ്റും. അപ്പം അങ്ങനെയായിരുന്നു ഗ്രീൻ ഹൗസ് എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ പലതും ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസോ കൊണ്ടുണ്ടാക്കുന്ന ചെറിയൊരു ഷെഡ്. ഇപ്പം നമ്മൾ പറയുന്ന ഗ്രീൻ ഹൗസ് അത് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം സൂര്യപ്രകാശമുണ്ട്, ഇപ്പോൾ ലൈറ്റ്, വാട്ടർ, വെള്ളം, ന്യൂട്രിയൻസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹ്യൂമിഡിറ്റി. അപ്പം അതെല്ലാം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭാഗ്യപരീക്ഷണമാണ്. നമുക്കറിയാം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലത്തിൽ ഇത് വളർത്താൻ പറ്റും. ഇപ്പം അതെല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈടെക് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എല്ലാ കമ്പോണൻസും, ഇപ്പോൾ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമുള്ള എന്തൊക്കെയുണ്ട്, അത് എപ്പം വേണം, എത്ര വേണം, അതിന് അനുസരിച്ച് മാത്രം കൊടുത്തു വരുന്നു. അപ്പം അതിന് ഈ കൺട്രോൾഡ് എൻവയൺമെൻറ്റ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു വരുന്നു. ഇപ്പോൾ കൺട്രോൾ എൻവയൺമെൻറ്റ് അഗ്രികൾച്ചർ ഇത്രയും കൺട്രോൾ ആയതുകൊണ്ട് കൂടെ ഇപ്പം നമുക്ക് AIയും റോബോട്ടിക്സും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തിപ്പോൾ സൂര്യൻ വരുന്നു അല്ലെങ്കിൽ മഴ പെയ്യുന്നു, നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് വരുന്നു അല്ലെങ്കിൽ AI വരുന്നു, സെൻസേഴ്സ് ഉണ്ട്, ഡേറ്റയുണ്ട്, ചെടി എങ്ങനെ വളരുന്നു, നന്നായിട്ട് വളരുന്നുണ്ടോ അതോ ഇല്ലയോ, അതിനെന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഓവർ ടൈം ഇത്രയും ഡിമാൻഡ്സ് കൂടി നമ്മുടെ റീസോഴ്സ് കുറഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോൾ ഹൈടെക് ടെക്നോളജി അഗ്രികൾച്ചറിലോട് വന്നു തുടങ്ങി. സർ, ഇപ്പോൾ ഒരു കൺട്രോളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലേ, കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം, പ്രിസിഷൻ കൺട്രോൾ. അപ്പം ഈ ഒരു രീതി സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ഘടകങ്ങൾ അതെന്തെല്ലാമായിരിക്കും സർ? അതൊരു 2-3 ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം കാറാണെങ്കിലും ബാക്കി ജനറൽ കൺട്രോൾ ഫാക്ടറി ആണെങ്കിലും അത് പറയുന്നത് ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ചെടിക്ക് വളരാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യപ്രകാശം വേണം, അല്ലെങ്കിൽ അതിന് ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ഒരു ഗ്രീൻ ഹൗസ് എന്ന പോലെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് വെട്ടം കൊടുത്ത് അതും ചെടിക്കും ആവശ്യമായിട്ടുള്ളത് എത്രയാണ്, എന്ത് വേവ് ലെങ്ത് ആണ്. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ അത് ചെടിക്ക് ആവശ്യമായി വളരാൻ ആ സമയത്ത് ആ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് മാത്രം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റ്, ഫാൻ അല്ലെങ്കിൽ ബ്ലോവർ, ഹ്യൂമിഡിറ്റി അത് കൺട്രോൾ ചെയ്യാൻ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ പറയുന്ന ഈ സെൻസേഴ്സ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വെള്ളമുണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ട്, അപ്പോൾ അത് മെഷർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു സെൻസേഴ്സ് വെച്ചിട്ട് എത്രയാണ് അതിൻ്റെ മണ്ണിലുള്ള pH അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര ഹ്യൂമിഡിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതേപോലെ തന്നെ ഇപ്പം മനുഷ്യർ നോക്കുന്ന പോലെ ഇപ്പം ഒരു കർഷകൻ, ഫാമർ പോയിട്ട് എൻ്റെ ചെടി എങ്ങനെ വളരുന്നു എന്ന് പറഞ്ഞ് നടന്ന് നോക്കുന്നു.
അതിന് പകരം നമുക്ക് ക്യാമറാസ് വെക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ ക്യാമറ നമ്മൾ RGB ഇപ്പൊ ഫോണിലേക്കുള്ള പോലെ ക്യാമറാസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈപ്പർ സ്പെക്ട്രൽ, മൾട്ടി സ്പെക്ട്രൽ എന്ന് പറഞ്ഞ ക്യാമറാസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നോക്കുമ്പോൾ കാണുന്നതിന്റെ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുന്നേ തന്നെ നമുക്ക് കെമിക്കലി നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു അസുഖം വരുന്നുണ്ട് ഒരു ചെടിക്ക്, നമുക്ക് കാണുന്ന ഇലയുടെ കുറച്ച് കളർ മാറി അല്ലെങ്കിൽ വേറെ വന്നിട്ടായിരിക്കും. പക്ഷെ കെമിക്കലി അത് 2-3 ദിവസം മുമ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ ഹൈപ്പർ സ്പെക്ട്രൽ, മൾട്ടി സ്പെക്ട്രൽ ക്യാമറ ഒന്നീ പല സ്ഥലത്ത് വെച്ചിട്ട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും റോബോട്ടിക് സിസ്റ്റത്തിൽ വെച്ചാലും അതിനത് മനസ്സിലാക്കി നേരത്തെ പറയാൻ പറ്റും. ചില സമയത്ത് പറയുന്ന പറഞ്ഞാൽ പറയാൻ പറ്റും ഇതാണ് പ്രശ്നം, ഇതിന് വെള്ളമില്ല അല്ലെങ്കിൽ ഇതിന്റെ pH മാറുന്നുണ്ട്. ചില സമയത്ത് പറയും എനിക്ക് എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, ഫാർമർ വന്ന് ഒന്ന് നോക്കൂ എന്നുള്ളത്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഇത്രയും സെൻസർ ഉണ്ട്, ഇത്രയും ഡേറ്റ ഉണ്ട്, എന്താണ് ചെടിക്ക് ആവശ്യമുള്ളത് നമുക്കറിയാം. പിന്നെ ഒരാൾ അത് കൺട്രോൾ ചെയ്യണം. അപ്പൊ അതാ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെടി വളരാൻ ഈ സമയത്ത് ഇത്ര ചൂടിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സെൻസറിന് പിന്നെ റോബോട്ട്സ് വെച്ചിട്ടും അല്ലെങ്കിൽ മാനുവൽ കൺട്രോൾ വെച്ചിട്ടും വെള്ളം കൂട്ടണം, കുറയ്ക്കണം, ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ 3 സ്റ്റേജിൽ ഇൻഫ്രാസ്ട്രക്ചർ, സെൻസിങ് എന്നുള്ളത്, പിന്നെ അതിന്റെ കൺട്രോൾ. അതാണ് അടിസ്ഥാനമായിട്ട് ഡിഫറൻസ് ഈ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ. സർ, ഇപ്പം ഈ സൂചിപ്പിച്ച ഈ ഒരു ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ എത്രത്തോളം പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം ചില കണക്കുകളൊക്കെ വെച്ചിട്ട് ഒന്ന് സൂചിപ്പിക്കാമോ സർ? പിന്നെ ഡെഫിനറ്റ്ലി അതെ. നമ്മള് ഇനിഷ്യലി അത്രയും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എത്ര ഇമ്പാക്ട് ഉണ്ടെന്ന്. ഇപ്പം റീസെന്റ് സ്റ്റഡീസ് നോക്കിയാൽ ഇപ്പൊ ഗ്രീൻ ഹൗസസിന് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസസ് ഇത്രയും ടെക്നോളജി ഉള്ള ഗ്രീൻ ഹൗസിന് അഡ്വാൻറ്റേജ് ഒരു പെർ മീറ്റർ സ്ക്വയർ ഏരിയ അല്ലെങ്കിൽ ചെറിയൊരു ഭൂമി നോക്കിയാൽ ഓപ്പൺ ഫീൽഡ് പണ്ടത്തെ അഗ്രികൾച്ചർ ചെയ്യുന്ന 10 മുതൽ 12 ഇരട്ടി അതിന്റെ ഈൽഡ് വരുന്നുണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ. അതേപോലെ തന്നെ വെള്ളക്ഷാമം പറഞ്ഞു. ഏകദേശം 90% കുറവ് വെള്ളം എന്ന് പറഞ്ഞാൽ 10% വെള്ളത്തിന് പുറത്ത് വളർത്തുന്നതിന് അത്രയും തന്നെ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈവൻ വേർട്ടിക്കൽ ഫാർമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മുടെ സാധാരണ ഇപ്പൊ പുറത്ത് വളർത്തുന്നു അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് അകത്താവുന്നു. വേർട്ടിക്കൽ ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല തലത്തിൽ വന്നു, അത് ഒരുപാട് ഓട്ടോമേഷൻ വെച്ചിട്ട് അതിൽ 1% ഭൂമി മതിയാവും എന്ന് പറഞ്ഞാൽ 1% ഒരു വലിയൊരു ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്ന അത്ര അഡ്വാൻറ്റേജ്. ഇപ്പൊ കേരളത്തെ പോലത്തുള്ള സ്ഥലത്തും ഇപ്പൊ നമുക്ക് പ്രശ്നം എന്താ, കൃഷിഭൂമി കുറവാണ്, ലാൻഡ് ഇല്ല, ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനത്തെ പല ടെക്നോളജിയിൽ ആ അഡ്വാൻറ്റേജ് വരുത്തുണ്ട്. അപ്പൊ അതിപ്പോ റിയൽ വേൾഡിൽ നോക്കി നെതർലാൻഡ്സ് ഒരു പ്രൈമറി എക്സാമ്പിളാണ്. നെതർലാൻഡ്സ് ഒരു ചെറിയ കൺട്രിയാണ്, പക്ഷെ അവർ വേൾഡിലെ തന്നെ ഒരു ടോപ്പ് എക്സ്പോർട്ടർ ആയതിന്റെ റീസൺ ഇതാണ്. ചെറിയ കൺട്രിയാണ്, അധികം റീസോഴ്സ് ഇല്ല, പക്ഷെ പണ്ടേ തണുപ്പും ചൂടും അവരുടെ എൻവയൺമെന്റ് ഒരു കൃഷിക്ക് പറ്റിയതായിരുന്നില്ല. പക്ഷെ ആൾക്കാരുണ്ട്, അവർക്ക് ജീവിക്കേണ്ടി വന്നു, അവർ ചെയ്തു. അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് കാരണം അവർ അത്രയും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഇവിടെയും പല ടെക്നോളജീസ് എവിടെയാണെങ്കിലും അതെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മുടെ ഒരു നാട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരള ആയാലും ഒരു വലിയൊരു വിഭാഗം ജനങ്ങളും ഈ പറയുന്നത് പോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്, കർഷകരാണ് അവർ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഒരു ടെക്നോളജി എത്രത്തോളം പ്രസക്തമാണ് സർ? നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അത് വളരെ വളരെ പ്രസക്തി ഉള്ളതാണ്. ഈ സമയത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ കേരളത്തിലെ മോൺസൂൺ, ഇപ്പൊ മഴ നമുക്ക് പറയാൻ പറ്റത്തില്ല, വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. സ്ഥലം, കൃഷിഭൂമി ഇല്ല, വെള്ളത്തിന് ക്ഷാമം അത് കൂടി വരുവാണ്. അതിന്റെ കൂടെ ആൾക്കാർ എനിക്ക് തോന്നുന്നു പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത ആഹാരം കഴിക്കാനും അവർ ആഗ്രഹിക്കുന്നു, അല്ലെ, ഹെൽത്തി ആവുന്നു, ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പൊ അതിനെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഈ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഹൈടെക് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. കേരളവും ഇന്ത്യയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്നുള്ളത്, ഇത് അഡ്വാൻസ്ഡ് ആണ്, കുറച്ച് വില ഉണ്ട്. പക്ഷെ അതിപ്പോ ഗ്ലോബലി നമ്മൾ നോക്കിയാൽ ഇപ്പം അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിലും 10 വർഷം മുമ്പ് ഇത് പലതും ഈ റോബോട്ടിക്സ് എന്ന് യൂസ് ചെയ്യുന്നത് ചിലപ്പം ഫൈനാൻഷ്യലി വയബിൾ ആവത്തില്ലായിരുന്നു. ഇപ്പൊ ഈ ഹാർഡ്വെയർ, റോബോട്ടിക്സ്, കാർ, ഫോൺ, എന്ത് നോക്കിയാലും കമ്പ്യൂട്ടർ, അല്ലെ, വർഷങ്ങളോളം ഹാർഡ്വെയർ കൂടുന്തോറും, വർഷങ്ങൾ കൂടുതൽ ഉണ്ടാക്കും തോറും ഇതിന്റെ വില കുറയുന്നു. അതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആകും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സീഡാക്, തിരുവനന്തപുരത്തുള്ള സീഡാക് തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോക്കലി നമ്മുടെ കർഷകർക്ക് ആവശ്യമുള്ള ടെക്നോളജി, അത് ഫാം കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലും സ്മാർട്ട് ഫാം ആണെങ്കിലും കുറെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ 2-3 സ്റ്റാർട്ടപ്സ് ഉണ്ട് അറിയാവുന്നതായിട്ട്, ബാംഗ്ലൂരിലും. അപ്പൊ 2 കാര്യം, ഒന്നെന്ന് പറയുന്നത് കാലങ്ങൾ കഴിയുമ്പോഴും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോഴും അതിന്റെ കോസ്റ്റ് കുറയുന്നു. രണ്ടാമത്തത് നമ്മുടെ രാജ്യത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന, ലോക്കലി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി, ഇപ്പൊ ചിപ്സ് ആവട്ടെ, സെൻസർ ആകട്ടെ, കമ്പ്യൂട്ടർ കൺട്രോൾ ആവട്ടെ, ഇത് രണ്ടും കൂടെ വന്നാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നെന്ന് പറഞ്ഞപ്പോഴും അത് വില കുറഞ്ഞു വരുന്നേ ഉള്ളൂ. മേ ബി ഒരു 5 വർഷം മുമ്പായിരിക്കും അമേരിക്കയിൽ അത് പൈസ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വയബിലിറ്റി വന്നത്. ഇന്ത്യയിൽ ചിലപ്പം അടുത്ത 2 വർഷത്തിലായിരിക്കും വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ലിമിറ്റേഷൻസ് ഉള്ള സമയത്ത് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കൊരു
സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ. ഇപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച മനുഷ്യന്റെ ഒരു പരിണാമം ഉണ്ടായിരുന്നു. നമ്മൾ പല രീതിയിലൂടെയാണ് ഇപ്പം ഈ കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ റോബോട്ടിക്സിന്റെ ഒരു പരിണാമം, എവല്യൂഷൻ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഈ കൃഷിയിടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ പഴുത്ത തക്കാളികൾ പോലെയുള്ളവയൊക്കെ പറിച്ചെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അതെങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഈ റോബോട്ടിക്സ് ചെയ്യുന്നത്? അപ്പൊ ആ ഒരു പരിണാമം അതെങ്ങനെയാണ് സർ? വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ കൃഷിയിൽ നോക്കിയാലും നേരത്തെ പറയുന്ന പോലെ ഒന്നെന്ന് പറയുന്നത് ചെടിക്ക് വളരാൻ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പം വെള്ളമാകട്ടെ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആവട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ, എല്ലാം കൺട്രോൾ ചെയ്യുന്നു. രണ്ടാമത്തത് ഓരോ സ്റ്റേജിലും ഓരോ ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ ചെടിക്കാണെങ്കിൽ അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഇപ്പോൾ പൊതുവെ വരുന്നത് ഒരു ഗ്രീൻ ഹൗസ് മേ തക്കാളിയുടെ തന്നെ നമുക്ക് ഗ്രോത്തിനെ കുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം വന്നു അതൊരു തൈ പോലെ വെച്ചു, ഒരു ഗ്രോത്ത് മീഡിയം ഉണ്ട്. ഇപ്പോൾ ഗ്രോത്ത് മീഡിയം അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറയും. ഇപ്പം മണ്ണില്ലാതെ തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് ഡയറക്റ്റ്ലി റൂട്ടിന് കൊടുക്കാൻ, എന്നിട്ട് അതിന് വളരാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും അത് പൂവായി. അപ്പോൾ പൂവിനെ പോളിനേറ്റ് ചെയ്യണം. ഇപ്പോൾ പൊതുവേ പുറത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹണി ബീസ്, തേനീച്ച വന്ന് അല്ലെങ്കിൽ ചെറിയ ഇൻസെക്ട്സ് വന്നിട്ട് പോളിനേറ്റ് ചെയ്യുന്നു. ഗ്രീൻ ഹൗസിനകത്താണെങ്കിൽ അതൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യലി തന്നെ ഹണി ബീസിനെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂക്കൾ വരുന്നു. ഇപ്പോൾ നമ്മുടെ റോബോട്ട്സ് ഉണ്ട്. ഒന്നീ ക്യാമറാസ് പല സ്ഥലത്തും അത് വെച്ചിട്ട് അത് തന്നെ കോൺസ്റ്റന്റ്ലി നോക്കുന്നുണ്ട്. ഇപ്പം എത്രയാണ് വരുന്നത്, എത്ര പൂക്കൾ വരുന്നു, അത് പോളിനേറ്റ് ചെയ്യാറായിട്ടുണ്ടോ. അല്ലെങ്കിൽ ഈ റോബോട്ട്സ് തന്നെ അത് പോകുന്ന സമയത്ത് അതിന് തന്നെ അറിയാൻ പറ്റും ഇത്രയും പൂക്കൾ വന്നിട്ടുണ്ട്, ഇത്രയും അത് പോളിനേറ്റ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ക്യാമറാസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 4, 5, 8 ആവശ്യത്തിനനുസരിച്ച് ക്യാമറാസ്. ഈ ക്യാമറാസിന് എവിടെയാണ് പൂക്കളുടെ ഏതാണ് ഓറിയന്റേഷൻ, എങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു, പൂക്കളും ലീവ്സും സ്റ്റെംസിലും റിലേറ്റഡ്ലി എങ്ങനെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഇത് പോളിനേറ്റ് ചെയ്യാറായോ എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. പോളിനേറ്റ് ചെയ്യാറായി എന്നറിയുവാണെങ്കിൽ അതൊരു മാപ്പ് ഉണ്ടാക്കുവാണ്. എനിക്ക് ഇത്രയും സ്ഥലത്തുണ്ട്, ഇത്രയും പൂക്കളുണ്ട്, ഇവിടെ 5 പൂവ്, അവിടെ 10 പൂവ്, അല്ലെങ്കിൽ അവിടെ 25 പൂവുണ്ട്. ആ പൂവിലോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, ക്യാമറയുണ്ട്, എവിടെയാണ് പ്രിസൈസ്ലി എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു റോബോട്ടിക് ആം അല്ലെങ്കിൽ അതേപോലെ സിമിലർ മെക്കാനിസം ഉണ്ട്. അതിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ പോകേണ്ടത്. ഇതും 2 രീതിയിൽ പോളിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതേപോലെ ഹണി ബീസിനെ പോലെ ചെറിയൊരു വൈബ്രേഷൻ കൊടുത്തിട്ട് പോളിനേഷൻ നടക്കും. രണ്ടാമത് എയർ ജെറ്റ് അല്ലെങ്കിൽ ഫോഴ്സിൽ കുറച്ച് എയർ ജസ്റ്റ് ആ പൂവിൻ്റെ അറ്റത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കുമ്പോൾ അതും പോളിനേറ്റ് ആവുന്നു. അപ്പോൾ റീസെന്റ് പഠനം പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഓൾമോസ്റ്റ് 5 to 10% സാധാരണ ഹണി ബീസിനേക്കാളും കൂടുതൽ കായ് വരുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം. പിന്നെ വളരെ അതെ, അതും ആദ്യത്തെ പ്രാവശ്യം പോയി അതിന് കിട്ടിയില്ല, അതിന് പിന്നെ നോക്കാൻ പറ്റും. തിരിച്ചു പോയിട്ട് വന്നിട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ 100% ചെയ്തു എന്ന് തിരിച്ചു വന്ന് ഒരു പ്രാവശ്യം കൊണ്ട് പോളിനേറ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ചു പോകാം. അതൊരു സ്റ്റേജായി. ഇപ്പൊ പോളിനേറ്റ് ചെയ്തു, കാ വന്നു തുടങ്ങി. കാ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ പ്രൂണിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ഞാൻ പറയുന്ന ഗ്രീൻ ഹൗസ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ള കുഞ്ഞു ഗ്രീൻ ഹൗസിനെക്കാളും ഇതൊരു 100 മുതൽ 1000 ഏക്കറുകൾ ഉണ്ടാവുന്നതാണ് ഈ ഗ്രീൻ ഹൗസസ്. ഗ്രീൻ ഹൗസ് പറഞ്ഞാൽ നടുക്കൊരു കോൺക്രീറ്റിന്റെ ഒരു വഴി ഉണ്ടാവും, അയലുണ്ടാവും, പിന്നെ ഒരുപാട് റോസ് ഉണ്ടാവും. ഓരോ റോ ഒരു 100 മുതൽ 150 മീറ്റർ വരെ നീളത്തിലുണ്ട്. ഇതാണ് വളരെ ഡെൻസ് ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള തക്കാളി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വളരുന്നത് പറഞ്ഞാൽ വലുതായിട്ട് വൈൻസിൽ വലുതായിട്ട് ഇങ്ങനെ വളർന്നു പോവുകയാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരുമ്പോഴത്തേക്കും അത് എത്ര ഹൈറ്റ് കൺട്രോൾ ചെയ്യണം. രണ്ടാമത് ഒരുപാട് ലീവ്സും വരും. അപ്പൊ ലീവ്സ് നമുക്ക് അറിയാവുന്ന പോലെ ഇലയിൽ കൂടെയാണ് ഫോട്ടോസിന്തസിസ്, ശരിക്കും ആഹാരം അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശത്തിൽ ആഹാരം വരുന്നത്. പക്ഷെ ഇല കൂടുതലായാലുള്ള പ്രശ്നം ഇത്രയും ഉള്ളതുകൊണ്ട് ബാക്കി എയർ വരുന്നില്ല അല്ലെങ്കിൽ സൂര്യപ്രകാശം വരുന്നില്ല. അപ്പൊ അതിനെ ഒന്ന് ട്രിം ചെയ്യണം. അപ്പൊ ആവശ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 8-10 ഇല ഓരോ ഫാമേഴ്സിന് അവരുടേതായ കണക്കുണ്ട്, എത്ര ഇല വേണം, എത്ര പ്രാവശ്യം അതിനെ ട്രിം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ പ്രൂണിങ്ങിനും റോബോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. റോബോട്ട്സ് എടുത്ത് പോയിട്ട് നമ്മൾ നോക്കും, ഇത്ര ഇല ഇങ്ങനെ കൗണ്ട് ചെയ്തു, ഇത്ര ഇലയുണ്ട്, ഇത്ര തക്കാളിയുണ്ട്, എനിക്കിത് കൂടുതലാണെന്ന് തോന്നുന്നത് കുറയ്ക്കണം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ട്രിം ചെയ്ത് തിരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറയും. എന്നിട്ട് ഇത് സെൻട്രൽ സിസ്റ്റത്തിന് പറയാൻ പറ്റും, ഇപ്പം ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കുറയുന്നുണ്ട്, അത് സ്ലോ ആവുന്നുണ്ട്. അപ്പം ആ ഫീഡ്ബാക്കും അതിന് കൊടുക്കാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കഴിഞ്ഞിട്ടാണ് ഹാർവെസ്റ്റിംഗ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തു, കായ് വന്നു, കായ് പറിക്കാറായി, വിളഞ്ഞു അല്ലെങ്കിൽ പഴുത്തു. അപ്പോൾ ഹാർവെസ്റ്റിംഗ് ആണ് എനിക്കൊന്ന് ഇതിലൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈവൻ തക്കാളി പോലത്തുള്ള ഇത് നമുക്ക് ആലോചിക്കാമല്ലോ, വളരെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. ഇപ്പം ഡാമേജ് വരാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ തക്കാളി നന്നായിട്ട് പഴുത്തയാണെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ അതിന് ഇത് വരും. അതെ, അതേപോലെ ചെടിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ വിളഞ്ഞ അല്ലെങ്കിൽ പഴുത്ത തക്കാളി ഹാർവെസ്റ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ തക്കാളിക്ക് ഡാമേജ്, കേടൊന്നും വരാൻ പാടില്ല. അതേപോലെ ചെടിക്കും കേടൊന്നും വരാൻ പാടില്ല. കാരണം ഇത് വന്നുകൊണ്ടിരിക്കുവാണ് തക്കാളിയുടെ.
അതും പല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് കോൺസെപ്റ്റ്സ് സെയിം ആണ്. നമുക്ക് ക്യാമറയുണ്ട് അല്ലെങ്കിൽ സെൻസേഴ്സ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു എവിടെയാണ് തക്കാളി, എത്ര തക്കാളി ഉണ്ട്, ഇത് പറിക്കാറായോ. ചില സമയത്ത് ചിന്തിക്കാം ഒരു തക്കാളി ഭയങ്കര ദൂരെയുണ്ട്, അത് ഞാൻ പോയി എടുക്കാൻ കുറേ സമയം എടുക്കും, അതിൻ്റെ ആവശ്യമില്ല എന്ന് വരെ പറയുന്ന. കാരണം മെഷീൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഓപ്റ്റിമലായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ആ സമയത്ത് മനസ്സിലാക്കി ഇത്ര തക്കാളി ഉണ്ട്, ഏത് ഓറിയന്റേഷൻ, ഈ ഒരു സ്റ്റെം ഉണ്ട്, സ്റ്റെമ്മിലോട്ട് തക്കാളി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അത് പഴുത്തോ പഴുത്തില്ലോ എന്നുള്ളത് മനസ്സിലാക്കി. പഴുത്തെങ്കിൽ എങ്ങനെയാണ് അതിനെ എളുപ്പത്തിന് എടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ സ്റ്റെം ഉണ്ട്, തക്കാളി ഉണ്ട്. സ്റ്റെമ്മിൽ പൊഴിച്ചു കഴിഞ്ഞാൽ തക്കാളി കിട്ടത്തുമില്ല, സ്റ്റെം ഒടിഞ്ഞും പോകും. അപ്പൊ അത് മനസ്സിലാക്കണം. എവിടെയാണ് പുറകിലാണെങ്കിൽ ചരിഞ്ഞൂടെ പോയി വേറെ ലീവ്സ് ഒന്നും തട്ടാതെ പോയി എടുക്കാൻ പറ്റണം. എടുത്തു കഴിഞ്ഞിട്ടും അതും രണ്ട് മൂന്ന് രീതിയുണ്ട്. ഇപ്പൊ ഒന്നെന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ തന്നെ പറിക്കുന്ന പോലെ റോബോട്ടിൽ ഒരു ഗ്രിപ്പർ പോലത്തെ സാധനം പോയി പറിച്ചു വെച്ചു. അതിന്റെ പ്രശ്നം തന്നെ ഒരുപാട് സമയമെടുക്കും പോയി എടുത്ത് വെക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഈ സക്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ റോബോട്ട് വാക്യൂം ക്ലീനർ ഉള്ള പോലത്തെ ഒരു സക്ഷൻ. ഇത് കണ്ടുപിടിച്ച് റോബോട്ട് ആമുണ്ട്, ആമിലൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അത് പോയിട്ട് തക്കാളി ഇങ്ങനെയാണ് അതിന് ഓറിയന്റേഷനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. തക്കാളിയുടെ എന്താണ് ക്വാളിറ്റി സോർട്ടേഷൻ ചെയ്യാൻ പറ്റും ഈ ക്വാളിറ്റി അനുസരിച്ച്. അല്ലെങ്കിൽ ഇവർക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് ഇത്. അപ്പൊ അടുത്ത ഒരാഴ്ചയിൽ ഉപയോഗിക്കണോ അതോ അടുത്ത ഒരു മാസത്തിൽ ഉപയോഗിക്കണോ. ഒരാഴ്ചയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പഴുത്ത തക്കാളി വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് സെറ്റ് ചെയ്യാം 0 to 5 ഉണ്ടെന്ന് വെച്ചോ. ഒരു 4 എന്ന് പറഞ്ഞാൽ അടുത്ത 2 ആഴ്ചയിൽ ഉപയോഗിക്കും. 3.5 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ഇവർക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇത് എവിടെ പോകുന്നു, എത്ര പഴുത്ത തക്കാളി ഞാൻ ഹാർവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയാൻ പറ്റും. തിരിച്ചു വന്നു അതിന്റെ ക്വാളിറ്റി ഉണ്ട്, എത്ര തക്കാളി വരുന്നുണ്ട്. ഇതിന്റെ എല്ലാ അഡ്വാൻറ്റേജ് വരുന്നത് ഇത്രയും നമ്മൾ ആയിരക്കണക്കിന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രൂണിങ്ങിനാണെങ്കിലും പോളിനേഷനാണെങ്കിലും അല്ലെങ്കിൽ ഹാർവെസ്റ്റിങ്ങിനാണെങ്കിലും അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എല്ലാം നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു റോബോട്ട് ഒരു ചെടിയെ എങ്ങനെ പറിച്ചു, അപ്പം ഇങ്ങനെ പറിച്ചപ്പോഴത്തേക്ക് എനിക്ക് സക്സസ് കൂടുതൽ കിട്ടി, ഞാൻ ട്രൈ ചെയ്തെല്ലാം കിട്ടി. ഇത് ബാക്കി എല്ലാ റോബോട്ട്സിനും അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അതിൽ പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് AI എന്ന് പറയുന്നത് പണ്ടെന്ന് പറഞ്ഞ ഒരാൾ മാനുവലി ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എല്ലായിടത്തും പോയി ചെയ്യേണ്ടി വരും. ഇത് ഒരു റോബോട്ട് പഠിക്കുന്നത് അടുത്ത ആയിരക്കണക്കിന് റോബോട്ടിന് അടുത്ത 2-3 ദിവസത്തിൽ പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതും ഹാർവെസ്റ്റിംഗിൽ വരുന്നത് ഇപ്പോൾ പ്രൂണിങ് ബാക്കി എല്ലാത്തിലും വരുന്നുണ്ട്. ഒരു കോർ കോൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാം എന്നും കുറെ കൂടെ സ്മാർട്ടർ ആകുന്നു, കുറെ കൂടെ ഇമ്പ്രൂവ് ആകുന്നു, പെർഫോമൻസ് കൂടുന്നു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ്. പിന്നെ തീർച്ചയായിട്ടും സാർ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഈ AI അല്ലെങ്കിൽ റോബോട്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം സാറിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു അടുത്ത ഘട്ടം അതെങ്ങോട്ടേക്കായിരിക്കും? ഘട്ടം അത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞത് ഒരു റോബോട്ട് ഉണ്ട്, അത് ചിലപ്പം പ്രൂൺ ചെയ്യുന്നു അല്ലെങ്കിൽ അത് പോളിനേറ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അത് ഓരോ ഡിഫറെൻറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്ന ഒരു സിസ്റ്റത്തിന് തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഒരു സെൻട്രൽ AI, നേരത്തെ പറഞ്ഞ ഡേറ്റ വരുന്നുണ്ട് അല്ലേ, ക്യാമറയുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എത്ര പൂ വരുന്നു, എത്ര കായുണ്ട്, അതിന് അസുഖമുണ്ടോ, അത് അസുഖമില്ലയോ, അസുഖം വരാൻ പോകുവാണോ, ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു സെൻട്രലി ഒരു ആൾക്കാർക്ക്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഫാർമറിന് ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം കുറവാണ് അല്ലെങ്കിൽ വെള്ളം കൂടുതലാണ് അല്ലെങ്കിൽ കൂടുതൽ ഇത് വേണം, അത് വരുവാണെങ്കിൽ ഒരു റോബോട്ടിനെ ഓട്ടോമാറ്റിക്കലി റോബോട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോബോട്ട് അവിടെ പോയിട്ട് ഇതിന്റെ ഇല കൂടിപ്പോയി അതിനെ കട്ട് ചെയ്യാം എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ അതിന് വേറെ ഹാർവെസ്റ്റ് ചെയ്യാനായി അല്ലെങ്കിൽ ശരിയായില്ല. ഒരു ഓവറോൾ ഇന്റഗ്രേറ്റഡ് ഈക്കോ സിസ്റ്റം എന്നുള്ള രീതി വരുന്നുണ്ട്. രണ്ടാമത് ഈവൻ റോബോട്ടിന്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ബ്രീഡിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ ചെടി തന്നെ നേരത്തെ പറഞ്ഞ തക്കാളി സൈഡിലോട്ട് വളരാം, അത് പോയി എടുക്കാൻ പാടാണ്. ഇപ്പൊ പുതിയ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് പഴുക്കുന്ന തക്കാളി അല്ലെങ്കിൽ പുറത്തോട്ട് നിൽക്കുന്ന തക്കാളി എന്ന് വരെ ഇപ്പൊ നെതർലാൻഡ്സിലും പല സ്ഥലത്ത് അവർ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ വരുമ്പോൾ റോബോട്ട്സിന് പറ്റുന്ന ഇതുമായി അല്ലാത്ത ഓവറോൾ ഒരു ഇമ്പ്രൂവ്മെന്റുമായി എനിക്ക് തോന്നുന്ന വലിയൊരു സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള അറിവ്, കാർഷിക രീതികൾ എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വരികയാണ്, വളരുകയാണ്, പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പലപ്പോഴും കർഷകരിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിജിറ്റൽ സാക്ഷരത എന്നുള്ള ഒരു വിഷയം ഒരുപാട് പേര് ഇപ്പോൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? ഇൻട്രസ്റ്റിംഗ്. അതൊക്കെ എനിക്കൊന്ന് കേരളം പോലെ സ്ഥലത്ത് അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന കഥയാണ് UPI അല്ലേ. അപ്പൊ ആ സമയത്ത് ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഭയങ്കര സംശയമായിരുന്നു, എങ്ങനെയാ ഇപ്പൊ ബാങ്ക് ഇല്ല, ആൾക്കാർക്ക് മനസ്സിലാവുമോ, അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അത് രണ്ട് രീതിയിൽ, ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് യൂസബിലിറ്റി ഒരു വലിയൊരു ഫാക്ടറാണ്. അത് തന്നെ ആയിരിക്കും ഇത് ആരാണ് ഉപയോഗിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവരുടെ പഠിത്തം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്,
അവർ സാധാരണ ഉപയോഗിക്കുന്ന എന്തൊക്കെ യന്ത്രങ്ങളാണ് അവർക്ക് പരിചിതമായിട്ടുള്ള ഇന്റർഫേസ്, യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോണിന്റെ കാര്യം ഒരു പ്രൈമറി എക്സാമ്പിൾ. ഇപ്പൊ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫോണിന് യെസ് നോ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് നോക്കും അവർക്ക് പരിചിതമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈനിൽ തന്നെ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും അവർക്ക് എളുപ്പമാക്കുന്നത്. പിന്നെ നമ്മുടെ ഫൈനൽ ഓൾമോസ്റ്റ് ഡിസൈനിൽ തന്നെ നമ്മൾ കർഷകരെ കൊണ്ടുവരും, നമ്മൾ ഫാമേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്കത് എന്ത് തോന്നുന്നു, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, തെറ്റ് വരുന്നുണ്ടോ, റിസ്ക് എന്നുള്ളതാണ്. ഒരു ബട്ടൺ ഞെക്കി അതൊന്നും ചെയ്തില്ല, അത് പ്രശ്നമാണ്, പക്ഷെ വലിയ പ്രശ്നമല്ല. പക്ഷെ ബട്ടൺ ഞെക്കി റോബോട്ട് സ്പീഡിൽ പോയി എന്നുള്ള വലിയ പ്രശ്നമാണ്. അത് രണ്ടും നോക്കുന്നു. പിന്നെ രണ്ടാമത്തതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ്. ഇന്ന് കേരളത്തിൽ തന്നെ ഒരുപാട്, ഇപ്പൊ ഗ്രീൻ ഹൗസിന്റെ കാര്യം പറഞ്ഞാലും അതിന് വില ഉണ്ട്, എക്സ്പെൻസീവ് ആണ്, ഇനിഷ്യൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. പക്ഷെ ഈവൻ എനിക്കൊന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് സബ്സിഡി ഇപ്പൊ കൊടുക്കുന്നുണ്ട്. റീസെന്റ് ഞാൻ ഇവിടെ വായിച്ചത് 50 to 70% വരെ ഇനിഷ്യൽ ഉള്ള ക്യാപിറ്റൽ എക്സ്പെൻസ് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെങ്കിലും വേറെ ബാക്കി പല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കർഷകൻ, ചെറിയ ഫാർമർ എന്നുള്ള രീതിയെക്കാളും ഒരു കോപ്പറേറ്റീവ് ഫോം ആവുന്നതായിരിക്കും കുറെ കൂടെ ഹെൽപ്ഫുൾ ആവുന്നത്, അല്ലെ? ഒരു ചെറിയ ഗ്രീൻ ഹൗസിന് പകരം ഒരു വലിയ ഗ്രീൻ ഹൗസ് വരുന്നു, പലവരും ഒരുമിച്ച് വരുന്നു. അപ്പൊ അവർക്ക് പഠിത്തമാണെങ്കിലും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരാൾ പോയി പഠിച്ചു, കാരണം എല്ലാവർക്കും പോയി ഗ്രാമത്തിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ സിറ്റിയിൽ പോയിട്ട് ഒരു മാസം സ്പെൻഡ് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഒരാൾ വന്നാലും പിന്നെ ഇപ്പം ഇന്റർനെറ്റ് വന്നതും കൊണ്ടും ട്രെയിനിങ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സും ഓവറോൾ ഇത് ഡിസൈൻ ചെയ്യുന്നവരും അത് ചിന്തിച്ച് വരുവാണെങ്കിൽ വലിയ പാടില്ല. അതിനൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കമ്പനി തന്നെ നമ്മൾ റീസെന്റ് ഒരു പുതിയ സ്ഥലത്ത് പോയി. അവര് ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, അവര് സ്പാനിഷ് സംസാരിക്കുന്നവരെ 3 ദിവസമേ എടുത്തുള്ളൂ ഒരു പുതിയ റോബോട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് പല കാര്യങ്ങളും, ഇപ്പൊ ലാംഗ്വേജിന് ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നതിന് പകരം സിമ്പിൾസ് കൊടുത്തു. നിർത്തണമെങ്കിൽ നിർത്തുന്ന എല്ലാവർക്കും മനസ്സിലാവും, ചുമന്ന ഈ ഒരു സിമ്പിൾ നിർത്താനായിരിക്കും, അല്ലെങ്കിൽ പല സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നതും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം വേണം, പാർപ്പിടം വേണം, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വേണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് ഇപ്പോൾ വായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ കണക്ടിവിറ്റി വേണം എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ ചേരുന്ന രീതിയിൽ ഭാവിയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കുകയാണ്, പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഭാവി, ഇപ്പം സാർ നേരത്തെ സൂചിപ്പിച്ച മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ന്യൂറൽ നെറ്റ്വർക്ക്, ഇവയൊക്കെ ചേരുന്ന ഭാവിയിലെ ഒരു കൃഷിയിടം അതെങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റഗ്രേറ്റഡ് ഈക്കോ സിസ്റ്റം. എനിക്ക് തോന്നുന്നു ഓരോ ചെടിക്കും അതിൻ്റെതായ രീതിയിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരുന്നു. നേരത്തെ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് അസുഖം വന്നു, അതേപോലെ തന്നെ ഒരു ചെടിക്ക്, ഓരോ ചെടിക്ക് ഇപ്പം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ചെടി ഉണ്ടാകുമ്പോൾ ഓരോ ചെടിക്കും അതിൻ്റെ കപ്പാസിറ്റിയിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറാണ് വരുന്നത്. അതും എനിക്കൊന്ന് അഡ്വാൻറ്റേജ് വരുന്നത് ഈ ലേണിംഗ്. ഇപ്പം ഡിജിറ്റലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു റോബോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് ചിലപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഉള്ള റോബോട്ടിന് അടുത്ത ദിവസം തന്നെ അത് മനസ്സിലാവുന്നു, ഓക്കെ ഇതിങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ വന്നു. അപ്പോൾ ഓവറോൾ എല്ലാവരും പഠിച്ച് എല്ലാവരും ഇന്റർലിങ്ക്ഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി പതുക്കെ പതുക്കെ വളരുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നത് വർഷങ്ങളെടുത്താണ് ഇത്ര എത്തിയത്. പക്ഷെ അടുത്ത എനിക്കൊന്ന് 1-2 വർഷത്തിൽ വളരെ വലിയ സ്റ്റെപ്പ് ചേഞ്ചസ് ആയിരിക്കും നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം ഡിജിറ്റലി വരുന്ന ഒരു ലേണിംഗ് ആസ്പെക്ട് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും ഹാർഡ്വെയറിന്റെ കോസ്റ്റ് കുറയുന്നതാണെങ്കിലും, പണ്ടത്തെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ഇന്നൊരു വളരെ വലിയ കേപ്പബിലിറ്റി കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടർ നമുക്ക് ഓൺ ബോർഡ് റോബോട്ടിൽ തന്നെ വെക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫോട്ടോ എടുത്തു എന്നിട്ട് അത് ക്ലൗഡിലോട്ട് അയക്കണം, കാരണം എൻ്റെ സൂപ്പർ കമ്പ്യൂട്ടർ വേറെ മാറിയിരിക്കുവാണ്, അത് പോയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് എന്താണ് എവിടെയാണ് തക്കാളി എവിടെയാണ് എല്ലാം എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചയക്കും. പക്ഷെ ഇപ്പം ഇത്രയും അഫോർഡബിൾ ആയി വന്നുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും പ്രോസസ്സേഴ്സ് ആണെങ്കിലും ആ റോബോട്ടിനെ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് മില്ലി സെക്കൻഡ്സിൽ നമുക്കൊന്ന് കണ്ണടച്ചിമ്പുന്നതിൻ്റെ സമയം കൊണ്ട് അത് ഫോട്ടോ എടുത്തു, അത് മനസ്സിലായി എവിടെയുണ്ട് എങ്ങനെ എത്തണം എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ സ്പീഡും ആ ട്രെൻഡും എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും സ്പീഡായി ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ സർ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, പ്രത്യേകിച്ച് ഈ കർഷകരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പ്രധാനമായിട്ടും പ്രശ്നം വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റ് ലൂസ് ആണ്. അപ്പം ഇത് സംഭരിച്ച് വെക്കുമ്പോൾ സ്റ്റോറേജിന് ഒരു പ്രശ്നം വരികയാണ്, ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രശ്നം വരികയാണ്. അപ്പോൾ ഈ മേഖലയിലൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക വിദ്യയെ നമുക്ക് ഉപയുക്തമാക്കാൻ സാധിക്കുക? ഇൻട്രസ്റ്റിംഗ്. എനിക്കൊന്ന് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത്
ടെക്നോളജി വെച്ചിട്ട് ഇപ്പൊ ഷെൽഫ് ലൈഫ് എന്നാണ് പറയുന്നത്. എത്ര നാൾ വെക്കാൻ പറ്റും, എത്ര നാൾ കഴിഞ്ഞാൽ അത് ചീത്തയായി പോകുന്നത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമാകുന്നത്. ഇപ്പൊ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഒന്നെന്ന് പറയുന്ന അൾട്രാ വയലറ്റ് ലൈറ്റ്. ഇപ്പൊ പല വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ചീത്തയാകുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സർഫസിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ജേംസ് പോയിട്ടാണ്. ഇപ്പൊ സർഫസ് ക്ലീൻ ആയിട്ടുള്ളത് 30%, 50%, 60% കൂടുതൽ നാളെ ലാസ്റ്റ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് സോപ്പിട്ട് കഴുകുന്ന എല്ലാ ഫ്രൂട്ട്സും പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് UV ലൈറ്റ്, അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ട് അതിന്റെ സർഫസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പല ബെറീസ്, ഈ സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറിക്കൊക്കെ ഓൾമോസ്റ്റ് ഡബിൾ ലൈഫ് കൂട്ടുന്ന പറയുന്നുണ്ട്. ഇപ്പൊ ടെക്നോളജിക്കലി അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ മനുഷ്യരുടെ പകരം റോബോട്ട്സ് ആണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്രോപ്പും ബെറി വരുന്നു, ബെറിയെ ട്രീറ്റ് ചെയ്തു, സർഫസിലൊന്നും ജേംസ് ഇല്ല, മനുഷ്യർ തൊടാതെ അതിനെ പാക്ക് ചെയ്ത് വെച്ചു, അയച്ചു കൊടുത്തു. രണ്ടാമത്തെ പറയുന്നത് ഇപ്പം നമുക്ക് അൺപ്രഡിക്റ്റബിൾ അല്ലെ. പുറത്ത് വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ചൂട് കൂടി അല്ലെങ്കിൽ ചൂട് കുറഞ്ഞു, മഴയില്ല അല്ലെങ്കിൽ മഴ കൂടിപ്പോയി. നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്നില്ല നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് എത്ര ഈൽഡ് വരുന്നുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഇത്രയും ക്യാമറാസും ആയിരക്കണക്കിന് ഫോട്ടോസും ലക്ഷക്കണക്കിന് ഫോട്ടോസും എന്നും എടുക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എനിക്കറിയാം ഇത്ര പൂ വന്നിട്ടുണ്ട്, ഇത്ര പൂ വരുന്നുണ്ട്, ഇത്ര കായ് വന്നു, ഇത്ര കായ്, ഇതാണ് ട്രെൻഡ്. അപ്പൊ എനിക്ക് ഫ്യൂച്ചറിൽ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് എത്ര വിളവുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് നേരത്തെ തന്നെ വിളവ് എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ വിചാരിച്ചു എനിക്ക് 100 കിലോ വരുന്നുള്ളൂ, എനിക്ക് 1000 കിലോ വന്ന് ഞാൻ എന്ത് ചെയ്യും? ഒന്നീ വില കുറച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. നമുക്ക് അങ്ങനെ സ്റ്റോറേജ് ഉള്ള ഫെസിലിറ്റി ഇല്ല. ഈ സമയത്ത് അവർക്ക് 3 ആഴ്ച മുമ്പ് അറിയാൻ പറ്റുമെങ്കിൽ അവർക്ക് അപ്പം തന്നെ പ്ലാൻ ചെയ്യാം. അപ്പൊ ഇത് ആർക്കായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 റൈപ്പ്നെസ്സിന് പകരം 3.5 റൈപ്പ്നെസ്, അധികം റൈപ്പ് ആവാത്തത് തന്നെ നേരത്തെ പറിച്ചു, നേരത്തെ ഞാൻ അയച്ചു കൊടുത്തു, ആർക്ക് ആവശ്യമുണ്ട് അതിന് നല്ല വില കിട്ടും അല്ലെ. അവസാന നിമിഷം എനിക്ക് എന്ത് വിലയ്ക്കും കൊടുക്കുന്നതിന് പകരം അവർക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യ അല്ലെങ്കിൽ കേരളം പോലത്തെ ഏരിയയിലും വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സമയത്തും വില കയറ്റവും ഇറക്കം കാണുന്നതിന്റെ കുറെ ഇതാണ്. ചില സമയത്ത് മഴ കൂടിപ്പോയി അല്ലെങ്കിൽ വിളവ് കിട്ടിയില്ല, പെട്ടെന്ന് വില കൂടുന്നു, അല്ലെങ്കിൽ കുറേ ഉണ്ട് വില കുറയുന്നു. ഇപ്പൊ നമുക്ക് അതും അഡ്ജസ്റ്റും ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഒരു ചെടിക്ക് വളരാനുള്ള എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് തന്നെ പറയാം ഇത് ഓക്കെ ഇപ്പം വേണ്ട, 2 ദിവസം കഴിഞ്ഞ് പഴുത്താൽ മതി. അപ്പൊ ചൂടോ ഹ്യൂമിഡിറ്റിയോ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് പറയാം ഓക്കെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം. അല്ലെങ്കിൽ ഇല്ല മറ്റേ എൻ്റെ അടുത്തുള്ള കർഷകന്റെ ഫാമിൽ നിന്ന് ഈൽഡ് വരുന്നില്ല, എനിക്ക് കൂടുതൽ പെട്ടെന്ന് വേണം, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ കൂടുതൽ ഈൽഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ വരുന്നുണ്ട്. അത് വളരെ പ്രെഡിക്റ്റബിൾ ആകുന്നുണ്ട്, വളരെ റെഗുലർ ആകുന്നുണ്ട്. ഇപ്പൊ വല്ലപ്പോഴും വന്നു അല്ലെങ്കിൽ സീസൺ ആലോചിച്ച് മാങ്ങ എനിക്ക് എന്ന് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ മാസത്തിൽ വന്നത് 3-4 മാസമേ കിട്ടത്തുള്ളൂ, അതിന് പകരം ഇത് എന്ന് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഒരു കൃഷിക്ക് ഇറങ്ങുന്ന ഒരാൾക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്കൊരു ഒരു 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 ഭാഗ്യത്തിന്റെ പേരിൽ അത് വിടേണ്ട കാര്യമില്ല. അവർക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് ഒരു ഫാക്ടറി പോലെ ഓടിക്കാൻ പറ്റും. ഒരാൾ ഒരു ജോലി ചെയ്യുന്നതിന് പകരം അതേ ജോലി ഒരു 4-5 പേര് ചെയ്യുകയാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇവർക്ക് ലാഭം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വേതനം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതും ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ തൊഴിലില്ലായ്മ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രശ്നത്തെ ഈ ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു പറ്റണം. കാരണം ഇതിലും പല പല ഏരിയാസിൽ നമ്മൾ നോക്കിയാൽ ഒന്ന് ഇപ്പൊ ടെക്നോളജി വന്നു, റോബോട്ടിക്സ് വന്നു, AI വന്നു. അപ്പൊ സാധാരണ കൃഷി എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ കഷ്ടപ്പെട്ട ഒരു മാനുവൽ ലേബറിൽ നിന്ന് മാറി കുറച്ചും കൂടെ അവർ ട്രെയിൻഡ് ആയിട്ട് അവർ ഡേറ്റ നോക്കുന്നു, അവർക്ക് മനസ്സിലാവുന്നു, ഒരു ഫാക്ടറി റൺ ചെയ്യുന്ന ഒരാളായി മാറുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം, ഇവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, വർഷങ്ങളായി കാലം തോറും അവർ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അവർക്ക് പോയി ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇവർ ചിലപ്പോൾ നോക്കിയിട്ടായിരിക്കും പറയുന്നല്ലേ ഇതിന് വളർച്ച പോരാ, ഇതാണ് കുറവ്, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇവരുടെ ജോലി ഇപ്പൊ പുതിയ ആൾക്കാരാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ 2 കാര്യം നടക്കുന്നുണ്ടല്ലോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു പാരഡോക്സാണ്. ഒരുപാട് മനുഷ്യരുണ്ട്, പോപ്പുലേഷൻ കൂടുന്നു, പക്ഷെ കൃഷി ചെയ്യാനുള്ള അത്രയും ആൾക്കാർ ഇല്ലതാനും അല്ലെ, രണ്ടും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ റെഗുലർ ആയിട്ട് ഉള്ള ഈൽഡ് ഇപ്പൊ വല്ലപ്പോഴും ഭാഗ്യത്തിന് പോകുന്നതല്ലാതെ അല്ലെങ്കിൽ സീസണൽ ലേബറിന് പകരം കോൺസ്റ്റന്റ്ലി ഉള്ള ലേബറും ഹൈടെക് ലേബറുമാണ്. ഇപ്പൊ ഞാൻ കിളയ്ക്കുന്നതും കളവറിക്കുന്നതിനും പകരം ഞാൻ റോബോട്ടിക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഇതിന്റെ ഈക്കോ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കാണെങ്കിൽ താല്പര്യം ഉണ്ടാവും. അതും പലതരത്തിലുള്ള ജോലിയും ചെയ്യാൻ പറ്റും. ഒരു സമയത്ത് 3 മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതിന് പകരം അവർ എല്ലാ വർഷവും ഉള്ള ഡിസ്ട്രിബ്യൂട്ടർ വരും. അപ്പൊ ഈ പറയുന്ന പോലെ അവരുടെ കൂടുതൽ ആൾക്കാർ ഒരു ജോലി ചെയ്യാൻ വേണ്ടി, പക്ഷെ അവർ കുറവ് എഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് ഔട്ട്പുട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ജോലി തന്നെ ട്രാൻസ്ഫോം ആകുക വേറൊരു രീതിയിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവരുടെ കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ പലതായി ഇംപ്രൂവ് ആയി വരുന്നതാണ്. ഇപ്പോൾ സർ നേരത്തെ സൂചിപ്പിച്ച നെതർലൻഡ്സിന്റെ കഥകളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള സക്സസ് സ്റ്റോറികൾ, വിജയകഥകൾ അതെന്തെല്ലാമാണ് സർ?
പറഞ്ഞു. എനിക്ക് നെതർലാൻഡ്സ് തന്നെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ നടത്താറുണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാമേഴ്സിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റോബോട്ടിക്സ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞ് ഇനിഷ്യലി പലവരും ചോദ്യം ചെയ്യുമായിരുന്നു, ഇത് പറ്റുമോ, ഒരു വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു കമ്പ്യൂട്ടറിനെ വളർത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അവർ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനിഷ്യലി അത്ര നന്നായിട്ട് ചെയ്തില്ല. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് റോബോട്ട് തന്നെയാണ് ജയിക്കുന്നത്. പല രീതിയിലും കംപ്ലീറ്റ്ലി ഒരു മനുഷ്യൻ ഡിസിഷൻ എടുക്കാതെ എല്ലാം ഈ സെൻസേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഡേറ്റ ഉണ്ട് വരുന്നു. അതിനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ അടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പ്യൂട്ടർ പറയുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. എന്നിട്ട് ഒരു വശത്ത് അങ്ങനെ, മറ്റേ വശത്ത് ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാർമർ വന്ന് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആ റോബോട്ട് അത് ബിൽഡ് ചെയ്യുന്നു. അതും നെതർലാൻഡ്സിൽ പറയുന്ന പൊതുവെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ തക്കാളിയുടെ എക്സാമ്പിൾ എടുത്താൽ ഒരു 3 to 5 3 മുതൽ 5 കിലോഗ്രാം വരെ കിട്ടും ഒരു മീറ്റർ സ്ക്വയറിൽ ഒരു വർഷം. ഇവിടെ നെതർലാൻഡ്സ് അവർ നോക്കുമ്പോൾ പറയുന്ന ഒരു ഏകദേശം 70-80 കിലോ വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പല സ്ഥലങ്ങളും അവർക്ക് ആവശ്യമായി ആ സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ചെയ്തു. നമ്മളിങ്ങനെ പതുക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർക്ക് ചെറിയൊരു ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഉറപ്പ് വരുന്നില്ല ഇത് നടക്കുമോ എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പല സ്ഥലങ്ങളിലും അത് വരുന്നുണ്ട്. അപ്പൊ അതിപ്പോ തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി തന്നെ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റീസെന്റ് പറഞ്ഞ പോലെ ഹൈഡ്രോപോണിക്സും ആണെങ്കിലും സീഡ് ആണെങ്കിലും സോയിൽ ലെസ് ഗ്രോത്ത് ആണെങ്കിലും വേറെ പലതിനും അങ്ങനെ അവര് തന്നെ ട്രെയിനിങ് ചെയ്തിട്ട് റീസെർച്ച് ചെയ്തിട്ട് റീസെന്റ് പറഞ്ഞ 80% കുറവ് വെള്ളം വെച്ച് തന്നെ ഹൈഡ്രോപോണിക് സിസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പതുക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നു, അവർക്ക് ആ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, ആ ഇൻഫർമേഷൻ കൊടുക്കുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് കുറച്ചും കൂടെ പേര് വന്നാലും നമ്മൾ കൂടുതൽ അത് കണ്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊതുവേ പറയാറുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്കൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഒരുപാട് ഉണ്ടാകാം, അല്ലെങ്കിൽ ബയാസുകൾ ഒരുപാട് ഉണ്ടാകാം എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസ്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെയൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ? എത്തിക്കൽ ബയസ് അതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെറിയ കർഷകർ, ഇപ്പോൾ പലവരും ഗ്രീൻ ഹൗസിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടന്നില്ല, അല്ലെങ്കിൽ നഷ്ടം വന്നു എന്നുള്ളത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കർഷകന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അതൊരു കോഓപ്പറേറ്റീവ് ഗ്രൂപ്പായിട്ട് വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു എത്തിക്കൽ ബയസ് വരുന്ന ഇപ്പൊ ആക്സസ് ഉള്ള കർഷകൻ വേഴ്സസ് ആക്സസ് ഇല്ലാത്ത ഒരു കർഷകൻ. ഇപ്പൊ ചിലവർക്ക് ടെക്നോളജി മനസ്സിലായില്ല, ഇവർക്ക് ട്രെയിനിങ് ഉണ്ട്, ഇവർക്ക് റോബോട്ട്സ് ഉണ്ട്, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അവര് റെഗുലർലി നല്ല പൈസക്ക് അല്ലെങ്കിൽ നല്ല വിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് പ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. മറ്റേ സൈഡിൽ ചിലവർക്ക് അവർ ഗ്രാമത്തിലാണ്, അത് കിട്ടുന്നില്ല ആ ഒരു ആക്സസിബിലിറ്റി. അപ്പൊ AI-യുടെ എത്തിക്കൽ സൈഡിന് പകരം എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരു പ്ലേയിങ് ഫീൽഡ് എല്ലാവർക്കും അവസരം കൊടുക്കാതെ വരുവാണെങ്കിൽ അത് ചിലപ്പം ഒരു കഷ്ടമായിരിക്കാം, അല്ലെ? ചിലവർക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്, ചിലവർക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല, അല്ലെ? ഇപ്പം നമ്മളിപ്പം AI ChatGPT എന്ന് പറഞ്ഞ് യൂസ് ചെയ്താലും പല സമയത്തും ശരിയായിട്ടായിരിക്കും വരുന്നത്, ചില സമയത്ത് അത് ശരിയല്ല. അപ്പൊ ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്തും ഒരാള് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് അല്ലേ പോകുന്നത്. ഞാനിപ്പോ കമ്പ്യൂട്ടർ സെൽഫ് ഡ്രൈവിംഗ് കാർ നോക്കിയാലും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒരു പ്രശ്നമില്ലാതെ ഓടിക്കുന്നു, പക്ഷെ ചിലപ്പോൾ അത് തട്ടുമുട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ അവെയർ ആയിട്ട് തന്നെ ഇനിഷ്യലി ഇതൊരു പുതിയ ടെക്നോളജിയാണ്, അത് ഡെവലപ്പായി വരുവാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ്. ചില സമയത്ത് ടെസ്ല കാറിൽ ഉറങ്ങിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ റോബോട്ട് ഇപ്പൊ നടന്നോളും. പിന്നെ നമ്മളത് ക്യാമറാസ് വെച്ചിട്ടാണെങ്കിലും ആൾക്കാർ നോക്കുന്നുണ്ട്. ഒരാൾക്ക് ദൂരെ ഇടുന്നത്, എനിക്ക് ഇന്ത്യയിലിരുന്ന് അമേരിക്കയിൽ കാനഡയിൽ പോകുന്ന 10 റോബോട്ടിനെ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ലൈക്ക് നേരെയാണല്ലോ പോകുന്നത്, അതിനെ പെട്ടെന്ന് അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞു, മാറിപ്പോയി, എല്ലാത്തിനെയും തട്ടിമറിച്ചു, അല്ലെങ്കിൽ ചെടി നശിപ്പിച്ചു എന്നുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഇപ്പൊ ഒരുപാട് അങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇവര് നമ്മുടെ ടെക്നോളജി വളർന്നു വരുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പറ്റിയാൽ ആൾക്കാർക്ക് ഷോക്ക് അടിക്കുമോ, അല്ലെങ്കിൽ ഒരു സെൻസർ പോയി കഴിഞ്ഞാൽ അതങ്ങ് നേരെ അങ്ങ് ഓടിച്ചു പോകും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സെൻസർ നോക്കിയിട്ട് അതിനെ കണ്ടില്ലെങ്കിൽ അത് നിൽക്കും, അത് പറയും എനിക്ക് അറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ഹെൽപ്പ് വേണം എന്നുള്ളത്. അപ്പോൾ എനിക്കൊന്ന് അസിമോവിന്റെ ഒക്കെ റോബോട്ടിക് നിയമങ്ങളൊക്കെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നും കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് സർ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും റോബോട്ടുകൾ ശസ്ത്രക്രിയ ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ സർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പേടിയുണ്ട്, എന്തുകൊണ്ടോ ഒരു പേടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ വരാറുള്ള തെറ്റിദ്ധാരണകൾ, അതിന്റെ ഒരു ഉത്തരങ്ങൾ എന്തെല്ലാമാണ് സർ? ആദ്യത്തെ പറഞ്ഞ അതെ, ഒരു കൃഷി റോബോട്ടിന് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് എന്നുള്ളത് ഇപ്പൊ കണ്ടുവന്ന കോമ്പറ്റീഷൻ പറഞ്ഞ പോലെ തന്നെ
നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ മനുഷ്യർക്കാളും കഴിവുണ്ട് എന്നുള്ളതല്ല, മനുഷ്യർ ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്തു അതിന് ആവശ്യത്തിന് ഡേറ്റ കൊടുക്കുവാണെങ്കിൽ അതും കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ആ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അത് ഗ്രീൻ ഹൗസ് പറയുന്ന ഇപ്പോഴും ഞാൻ പലവരിടത്തും പറയുമ്പോൾ ചെറിയൊരു ഷെഡ് പോലെ. ഈ ഹൈടെക് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത്, ഇപ്പം ഞാൻ പൊതുവേ പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എയ്റോപ്ലെയിനിൽ പോകുമ്പോൾ അതിനകത്ത് എല്ലാം കൺട്രോൾ ആകുവാണ് അല്ലേ. നമ്മുടെ ഓക്സിജൻ, നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതെല്ലാം അത് വളരെ കൺട്രോൾ ചെയ്യുന്നു. ഗ്രീൻ ഹൗസും ചെടിക്കുള്ള ഒരു എയ്റോപ്ലെയിനിലെ ഇന്റീരിയർ പോലെയാണ്. നമ്മൾ അതിനാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു എന്നുള്ളത്. ഇത് ഒരുപാട് ടെക്നോളജി ഇതിന് പുറകിൽ പോയിട്ടാണ് നമ്മളൊരു ഫാക്ടറി പോലെ ഇതിനെ ഓടിക്കാൻ നോക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ആൾക്കാർ ഇപ്പോഴും കണ്ടുവരുന്നത് കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ആൾക്കാർ അത് കാണുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. അതൊരു തെറ്റിദ്ധാരണ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഹാർവെസ്റ്റ്, ഇപ്പൊ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാലും ഇത് ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ എല്ലാ കാര്യങ്ങളും അടുക്കി ഒരു മെഷീൻ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട്, കുറെ ബോക്സസ് ഉണ്ട്. അപ്പോൾ ഓടിച്ചു പോകാം, ഒരു ബോക്സ് നടക്ക് വന്നിരിക്കത്തില്ല, ആ വലിയ പ്രശ്നമില്ല. പക്ഷെ ചെടിയുടെ നമുക്ക് പറയാൻ പറ്റത്തില്ല നേരെ വളരൂ അല്ലെങ്കിൽ കുറച്ച് നേരെ പോയില്ലെങ്കിൽ എനിക്ക് തട്ടും എന്നുള്ളത്. അപ്പൊ ആ ഡൈനാമിക് എൻവയൺമെന്റ് പാടാണ് അല്ലെ. ഇപ്പൊ ലീവ്സ് വരുന്നു അല്ലെങ്കിൽ തക്കാളി പുറകിൽ പോകുന്നു, നമുക്കൊരു പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ടെക്നോളജി വെച്ചിട്ട് പറ്റുമോ? കാരണം മനുഷ്യർക്ക് ഇത്രയും ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ മാറി നോക്കാം അല്ലെ. എനിക്ക് പതുക്കെ മാറ്റിയിട്ടതുകൊണ്ട് ഞാൻ പോയത് പറിക്കാം. അതേപോലെ റോബോട്ടിന് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആൾക്കാർ ഇനിഷ്യലി വീഡിയോ കാണുന്നവരെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ കം എ ലോങ് വേ, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് നടന്നു. അതാണ് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തത്. പൊതുവായി സാറ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പോപ്പുലേഷൻ കൂടുകയാണ് പക്ഷേ കർഷകരധികം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതിന് പ്രധാന ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അവർക്കധികം ലാഭം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അധികം വേതന കിട്ടുന്നില്ല, മറ്റ് പല തരത്തിലുള്ള ജോലികളിൽ നിന്നും ലഭിക്കുന്നത്ര ശമ്പളം ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമോ? എനിക്കൊന്ന് കേരളം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് പാരഡോക്സ്, ഒരുപാട് ജനസംഖ്യ കൂടുന്നുണ്ട് പക്ഷെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ വളരെ കുറവാണ് അല്ലേ. അപ്പം ആൾക്കാർക്ക് കൃഷി ചെയ്യുന്നത് ഇതൊരു കൂൾ ഇനഫ് അല്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വളർന്നു വന്ന് എനിക്ക് കൃഷിക്കാരനാവണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു വേതന വർദ്ധവിൻ്റെ ഒരു ആസ്പെക്ട് ഉണ്ട്. പക്ഷെ മറ്റേതിൽ ആൾക്കാരെ കിട്ടാൻ കുറവാകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. രണ്ടാമത് ഞാൻ പറഞ്ഞത് കൃഷിക്കാരന് ഇപ്പോൾ ഭൂമി കുറവാണ്, അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ നിന്ന് എത്ര കിട്ടുന്നു. ഇപ്പൊ ഹൈടെക് ഗ്രീൻ ഹൗസിൽ നിന്ന് 10 മുതൽ 12 ഇരട്ടി വരെ ഈൽഡ് കിട്ടുവാണെങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന നേരത്തെ പറയുന്ന പോലെ ഒരുപാട് പൈസ മാത്രമല്ല, ഇപ്പൊ നല്ല ആഹാരം കിട്ടാൻ അവർക്ക് അറിയത്തില്ല അല്ലേ. ഇപ്പൊ 100 കണക്കിന് 50 ഏക്കറിലുണ്ട്, ഓരോ ചെടിയെ പോയി നോക്കിയിട്ട് ഇതിന് അസുഖമുണ്ടോ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ എല്ലാത്തിനും പെസ്റ്റിസൈഡ് അടിക്കും. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ ക്യാമറ ആണെങ്കിലും ടെക്നോളജി വെച്ചിട്ടാണെങ്കിൽ ഏത് ചെടിയുണ്ട് അതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത്രയും പോയി ആവശ്യമുള്ള ചെറുതായിട്ട് കുറച്ച് മരുന്നടിച്ച് അത് ശരിയായി. അപ്പൊ അതിന്റെ പൈസ ലാഭമുണ്ട്, വെള്ളത്തിന് ലാഭമുണ്ട്, ലാൻഡ് ലാഭമുണ്ട്, അതും പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. അപ്പൊ നേരത്തെ ഞാൻ പറയുന്ന പോലെ മഴ വന്നു അല്ലെങ്കിൽ ചൂട് കൂടി എങ്കിൽ അയ്യോ എന്റെ വിളവ് പോയി എന്ന് പറയുന്നതിന് പകരം വലിയ നാശനഷ്ടങ്ങൾ വന്നാൽ എല്ലാത്തിനും കൂടെ പോകും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ള മാറ്റം വരാതെ തന്നെ അത് പ്രഡിക്റ്റബിൾ ആയിട്ട് വരും. അതിന് മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ലോൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സിന് കൊടുക്കാൻ പാടാ. കാരണം അവർക്ക് ഇതൊരു വലിയൊരു എന്ത് സംഭവിക്കാം, ഞാനൊരു ചാൻസ് എടുക്കുവാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് പറയുക മഴയോ വെയിലോ അതൊന്നും വലിയ പ്രശ്നമില്ല. ആ കർഷകന് അത് റെഗുലർലി അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്, റെഗുലർലി ഈൽഡ് വരുന്നുണ്ട്. അപ്പൊ റിസ്ക്കും കുറയുന്നുണ്ട് അല്ലെ. ഒരു ബാങ്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് റെഗുലർലി വരുമ്പോൾ അപ്പൊ ബാങ്കിങ് വരുന്നുണ്ട്, ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ ഉള്ള ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമാവും. ഇപ്പൊ ചെറിയ ആൾക്കാർ ഇന്ന് ഇപ്പൊ പുറത്തെ സ്ഥലത്ത് കണ്ടുവരുന്നത് വലിയ കോർപ്പറേഷൻസ് ഇപ്പൊ അഗ്രികൾച്ചറിലോട്ട് ഇറങ്ങുന്നുണ്ട്. ഇൻഡിവിജ്വൽ കമ്പനീസ് പറയുന്നത് വലിയ കമ്പനീസ് തന്നെ അവർ അഗ്രികൾച്ചർ ചെയ്യാത്തവര് ഇതൊരു ലോ റിസ്ക് ആണ്, അവർ ഡൈവേഴ്സിഫൈ ചെയ്യാവണം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇത്രയും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതും ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി ഒരു കർഷകനെയും ഫാമേഴ്സിനെയും ഹെൽപ്പ് ചെയ്യും. സർ, നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഒരുപാട് കർമ്മ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു ഹരിത വിപ്ലവം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലല്ലേ. അതേപോലെ ഇപ്പോൾ ഇതാ റോബോട്ടിക് വിപ്ലവം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും ഈ ഒരു നൂതന ടെക്നോളജികളിലൂടെ? ഡെഫിനറ്റ്ലി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തമാണെങ്കിലും ഇപ്പൊ ഭൂമി കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമി കുറയുന്നുണ്ട്, വെള്ളത്തിന് ക്ഷാമമുണ്ട്,
അതേപോലെ റീസോഴ്സസ് ഇല്ല അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ ഇപ്പോൾ 1.4 ബില്യൺ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഓരോ വർഷം കൂടുന്തോറും അത്രയും കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ഫീൽഡ് അല്ലെങ്കിൽ പുറത്തുള്ള എൻവയൺമെന്റിന് വിട്ടുകൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷിയിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വന്നു, വെള്ളപ്പൊക്കം വന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നം വന്നാൽ ഇത്രയും പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷത ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഇതിപ്പോൾ വളരെ കുറവ് റീസോഴ്സസ് വെച്ചിട്ട് വളരെ റെഗുലർ ആയിട്ട് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഓവറോൾ നമ്മുടെ നാട്ടിനെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ ഇപ്പം നോക്കുന്നത് ഈവൻ മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യ പോലത്തെ രാജ്യത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല കൃഷി ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ റീസെന്റ് അവർ മനസ്സിലാക്കി അവർ പല കൺട്രീസിനെ ഡിപ്പെൻഡന്റ് ആണ്, അവർക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വേറെ കൺട്രീസിന് ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അവർ തമ്മിലുള്ള ഒരു പ്രശ്നമായി അവർ പറഞ്ഞു ഞാൻ തരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്, വലിയ പ്രശ്നമാണ്. അപ്പൊ അവർ തന്നെ അത് മനസ്സിലാക്കി അവർ ഹൈടെക് ഗ്രീൻ ഹൗസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്വന്തമായിട്ട് കൃഷി സെൽഫ് ഡിപ്പെൻഡന്റ് ആയി നോക്കി. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ നോക്കിയാൽ പല കാര്യത്തിനും സെൽഫ് ഡിപ്പെൻഡന്റ് ആയി അല്ലെ. നമ്മുടെ ഡിഫൻസ് ആണെങ്കിലും ISRO എയ്റോസ്പേസ് ആണെങ്കിലും പലതിനും ആത്മനിർഭരത വരുന്നുണ്ട്. അതേപോലെ തന്നെ കൃഷിയിലും എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നമ്മൾ ഈ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് കണ്ടുവരുന്നുണ്ട്. എനിക്കൊന്ന് പല യൂണിവേഴ്സിറ്റീസും കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും നാഷണൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ആ സ്കീംസ് ആണെങ്കിലും എന്ന് പറയുന്നത് ട്രെയിനിങ് കൊടുക്കാനാണെങ്കിലും ആൾക്കാർക്ക് അതിന്റെ സാക്ഷരതയാണെങ്കിലും ഈവൻ സബ്സിഡി വെച്ചിട്ട് പൈസയായിട്ട് കൊടുത്തിട്ടാണെങ്കിലും ചെയ്യാൻ വരുന്നുണ്ട്. സർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആശയങ്ങളെ പറ്റി ചർച്ച ചെയ്യണ്ടായി. കൃഷിയിടങ്ങളിൽ റോബോട്ടിനെ ഉപയോഗിക്കുന്നു, ഈ ഗ്ലാസ് ഹൗസിലെ നൂതനമായിട്ടുള്ള ടെക്നോളജികളെ പറ്റിയിട്ടൊക്കെ പറയുകയുണ്ടായി. അപ്പം പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു കർഷകന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ടെക്നോളജികൾ അവർക്ക് അഫോർഡബിൾ ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം. അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാമോ സർ? അതെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്തുമില്ലേ പല കൺട്രീസിന്റെ കോസ്റ്റ് ഓഫ് ലിവിങ് ഉണ്ടല്ലോ, ഒരു സാധനം ഉണ്ടാക്കാൻ എത്ര വിലയാകും എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള കോസ്റ്റ് ഓഫ് ലിവിങ്ങിനേക്കാളും കുറച്ച് കൂടുതലാണ് പുറത്തെ കൺട്രീസിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വില കുറയുന്നത് ഒരു ആസ്പെക്റ്റ് ആണ്. ഒരു 5-10 വർഷം മുമ്പ് അമേരിക്കയിലോ യൂറോപ്പിലോ ഇങ്ങനെ ഒരു റോബോട്ടിക്സ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഒരു ഫീസിബിൾ ആയ ഒരു സംഭവം അല്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ നമ്മുടെ കമ്പനിയിൽ തുടങ്ങിയ സമയത്തും അവർക്കത് വാങ്ങിച്ചിട്ട് പൈസ കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ടോ ഇത്രയും പൈസ ഞാൻ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഹാർവെസ്റ്റ് ചെയ്യുന്നു, ഹാർവെസ്റ്റിംഗ് റോബോട്ട്സ് ആണെങ്കിൽ അത്രയും പൈസ കൊടുത്താൽ മതി അതിന്റെ കിലോ. അപ്പൊ ഇവരുടെ റിസ്ക് എന്നുള്ള രീതിയിൽ ഒരുപാട് കുറയുന്നു. അപ്പൊ ഇവർക്ക് വിശ്വാസമില്ല ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ വർക്ക് ചെയ്യുന്നില്ല, അത് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കേണ്ട തന്നെ കാര്യമില്ല. അപ്പൊ അതിന്റെ കൂടെ ലോക്കലൈസേഷൻ എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് ചിലപ്പം ഇന്ത്യയിലോ അല്ലെങ്കിൽ അത് വേറെ ഡെവലപ്മെന്റ് കൺട്രീസിലോ പറ്റുമോ എന്നുള്ളത് ചിലപ്പോൾ സംശയമാണ് ഒരു ചെറിയ ഫാമറിന്. പക്ഷെ അടുത്ത 2 വർഷം അല്ലെങ്കിൽ 5 വർഷം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞു വരുന്നതാണെങ്കിലും അതിന്റെ കൂടെ ലോക്കലൈസ് വരുന്നതാണെങ്കിലും ഇപ്പോൾ അമേരിക്കയിലെ ഫാമേഴ്സിന് 2 വർഷത്തിലാണ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് ഇനിഷ്യലി ട്രൈ ചെയ്തു, കിലോ കണക്കിനാണ് പേ ചെയ്യുന്ന, മാസം തോറും 1000 കിലോ എടുത്ത ഒരു റോബോട്ട് ഇത്രയും കൊടുത്തു. ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിന് അവർക്ക് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞിട്ട് അവർ ലാഭം ചെയ്യുവാണ്. കാരണം ഏകദേശം ഒരു 30 മുതൽ 40% വരെ ഹാർവെസ്റ്റിംഗിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നു. അതേപോലെ എല്ലാ മാനുവൽ ലേബറിന്റെ ആണെങ്കിൽ 30 മുതൽ 40% വരെ കുറയ്ക്കുന്നു. ഇപ്പൊ അടുത്ത 2-3 വർഷത്തിൽ അതിന്റെ വിലയും കുറയുന്നുണ്ട്, നമുക്ക് നാട്ടിൽ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ ആൾക്കാരുടെയും ഇപ്പൊ ലേബർ ആണെങ്കിലും കിട്ടുന്നില്ല. അപ്പൊ കുറവ് ആൾക്കാരുണ്ടെങ്കിൽ അത്രയും തന്നെ ലേബറിനെയും ചാർജ് കൂടുന്നുണ്ട്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ അത് തികച്ചും വളരെ സ്കെയിലബിൾ ആയിട്ട് തന്നെ ഇവിടെയും വരും. അതിന്റെ അഡ്വാൻറ്റേജ് മറ്റേത് പറഞ്ഞ പോലെ ലാൻഡ് യൂസേജ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഇപ്പൊ എല്ലാം കൂടെ ചേർന്ന് വന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഫാമർ അല്ലെങ്കിൽ ഒരു 3-4 പേര് ഒരുമിച്ച് കൂടി വന്നാൽ അവർക്കത് അഫോർഡബിൾ ആകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് AI പോലെയുള്ള ടെക്നോളജികൾ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ റോബോട്ടിക്സ് പഠിപ്പിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ചും ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ട് ഭാരതീയ വിജ്ഞാനം, ഈ കാർഷിക വിജ്ഞാനം ആയാലും അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കുകയും അതേസമയം AI അല്ലെങ്കിൽ റോബോട്ടിക്സ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു നൽകുകയാണ്. അതുമാത്രമല്ല സ്വയം പോലെയുള്ള ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം IIT-യിലെയും മറ്റുമൊക്കെ കോഴ്സുകൾ നമുക്ക് വളരെ ഹ്രസ്വകാല കോഴ്സുകളാണ്, അതൊക്കെ പഠിക്കാൻ സാധിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സമീപനം അത് നമ്മുടെ കാർഷിക മേഖലയെ മാറ്റിമറിക്കുമോ സർ? ഡെഫിനറ്റ്ലി. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആൾക്കാർക്കെല്ലാം ഇപ്പൊ ഞാൻ തന്നെ വരുന്ന സമയത്ത് പണ്ട് കാർട്ടൂൺ അല്ലെങ്കിൽ മൂവി കണ്ടിട്ടാണ് ആദ്യം റോബോട്ട്സ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പൊ ആ സമയം നമുക്ക് അങ്ങനെ ഒരു ആക്സസിബിൾ ഒരു സംഭവമായിരുന്നില്ല. ചെറിയ കിറ്റ് ഉണ്ടാക്കി ഇപ്പൊ നമ്മള്
10ാം ക്ലാസ് 11ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ കിഡ്സ് വരുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് കുറേ കഷ്ടപ്പെട്ട് കുറേ പേർക്ക് ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തിൽ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതെ ആ ഒരു ഓഫറിംഗ് വരുന്നു, അവർക്ക് അത് ആക്സസിബിൾ ആകുന്നു. ഇപ്പോൾ ഓൺലൈൻ കോഴ്സസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും വരാൻ പറ്റുന്നുണ്ട്. ഇവർ തന്നെ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഒരു റോബോട്ടിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇനിഷ്യലി നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് ഞാൻ ഫാർമിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നതാകുന്നില്ല. ഇവര് ഫാർമിംഗ് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ വളർന്നു വരുന്ന എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്തോ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തോ ഒരിക്കലും ഞാൻ ആലോചിച്ചില്ല ഞാൻ ഫാർമിങ്ങിലോട്ട് എന്തെങ്കിലും വരുമായിരിക്കും. അഗ്രികൾച്ചറൽ റോബോട്ടിക്സ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് അത്രയും അതിനെക്കുറിച്ച് അന്ന് അറിവില്ലായിരുന്നു, അന്ന് വേൾഡിലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പലവർക്കും വരുന്ന സമയത്ത് ഇത്രയും ആക്സസിബിലിറ്റി അവർക്ക് അറിയാം. ഓക്കെ, ഇതൊരു വീഡിയോ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും ഒരു എൻവയൺമെന്റ് ഉണ്ട്, ഇതിൽ എനിക്ക് ഇത്രയും മനസ്സിലാക്കി സെൻസ് ചെയ്തിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്യുക. ഞാനൊരു കോഡിങ് ചെയ്യുന്നത് ഇപ്പോൾ എയ്റോപ്ലെയിൻ പറക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ചന്ദ്രയാൻ മൂണിൽ പോകുന്നതാണെങ്കിലോ അതേപോലെ തന്നെ ഏകദേശം അത്രയൊക്കെ തന്നെ ഡിഫിക്കൽട്ടി ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് അറിവ് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്തു, എനിക്ക് താല്പര്യമുണ്ട്. ഞാനൊരു ഞാനൊരു ഹൈടെക് കൃഷിക്കാരനായിട്ട് വരുന്നതിൽ അവർക്കും വളരെ പ്രൗഡ് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരിത് ചെയ്തു എന്ന് പറഞ്ഞ അവരുടെ ജീവിതം മൊത്തം എനിക്ക് കൃഷി ഇഷ്ടപ്പെട്ടില്ല അതിലായി പോകുന്നുള്ള പ്രശ്നവും ഉണ്ടായിരുന്നു. ഇപ്പൊ സാർ പറഞ്ഞതിനിടയിൽ സൂചിപ്പിച്ച കാര്യമാണ്, സാർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം ഇതുപോലെയുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് വരുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് വന്നത്? എന്തൊക്കെ കാരണങ്ങളാണ് അതിനൊരു പ്രചോദനമായിട്ട് മാറിയത്? ആക്ച്വലി ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടതായിരുന്നു ആ സമയത്ത്. ഈ ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ഞാൻ റോബോട്ടിക്സ് ആയിരുന്നു പണ്ട് മുതലേ ചെയ്തത്. ഇതിനു മുമ്പ് ഒരു ഡിസ്ഇൻഫെക്ഷൻ റോബോട്ടിക്സ് കമ്പനിയിലായിരുന്നു. അപ്പം നമ്മൾ വരുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലേ. അപ്പം നേരത്തെ എനിക്ക് പണ്ട് മുതലേ പഠിച്ചു വരുമ്പോഴും ഇപ്പം നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് റോബോട്ടിക്സ് ടെക്നോളജി ആയിരുന്നു. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ ആൾക്കാരുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്താൻ പറ്റണം അല്ലെ, മേക്കിംഗ് എ ഡിഫറൻസ് വൈൽ ഡൂയിങ് വാട്ട് യു ലവ് ടു ഡു എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോവിഡ് സമയത്ത് വലിയ കാര്യം ആയത് അണുക്കൾ അല്ലെങ്കിൽ ജേംസിനെ നശിപ്പിക്കുക. അപ്പൊ സർഫസിലുണ്ട്, നമ്മൾ തുടയ്ക്കുന്നതിന് പകരം അൾട്രാ വയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യും. കോവിഡ് സമയത്ത് കോവിഡ് പകരുന്നതും അല്ലെങ്കിൽ വേറെ ഡിസീസസ് പകരും ഹോസ്പിറ്റൽസിന്റെ വലിയ കാര്യം. അപ്പൊ അതൊരു വലിയൊരു സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഒരു 10 വർഷം ചെറിയ കമ്പനിയിലായിരുന്നു തുടങ്ങി, കമ്പനി വളർന്നു, ഞാനും അതിന്റെ കൂടെ വളർന്നു. അത് വന്നപ്പോഴത്തേക്ക് അടുത്ത എന്താണ് അപ്പോഴാ ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ച് അറിഞ്ഞത്. കാരണം ഇതൊരു വലിയ പ്രശ്നമായി വരുവാണ്. ഇപ്പൊ അമേരിക്ക പോലത്തെ കൺട്രീസും പല പുറത്തെ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്തുള്ള ലേബർ ആൾക്കാർ ഇല്ല, അല്ലെങ്കിൽ ബാക്കി റീസോഴ്സ് കുറവാണ്. അപ്പൊ എന്തെങ്കിലും മാറിയേ പറ്റത്തുള്ളൂ. അടുത്ത് തന്നെ ഒരു വലിയൊരു ഷിഫ്റ്റോ ചേഞ്ചോ ഉണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത 10-20 വർഷത്തില് നമുക്ക് ഭക്ഷണം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ പലവരിൽ ഡിപ്പെൻഡ് ആയിരിക്കും. അങ്ങനെയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇപ്പം അഫോർഡബിൾ അല്ല, കാരണം ആൾക്കാരെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ കോവിഡ് സമയത്ത് വായിച്ചത് 2 ആഴ്ച ആൾക്കാർ വരാൻ പറ്റിയില്ല. ഇപ്പൊ കാനഡയിലുള്ള അവർ ചെയ്യുന്നത് പൊതുവെ മെക്സിക്കോയിൽ നിന്നാണ് പണിക്കാർ പോകുന്നത്. പണിക്കാർ പോയിട്ട് ചെയ്യുന്ന 2 ആഴ്ച കോവിഡ് ആയിട്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. ഇവർക്ക് 20-30 കോടിയാണ് നഷ്ടം വന്നത് 2 ആഴ്ച ആൾക്കാരില്ലാത്ത. ഇതൊരു പ്രശ്നം. ഇപ്പൊ കോവിഡ് വന്നത് ഇനി വരാതിരിക്കട്ടെ, പക്ഷെ നമുക്ക് എന്താ പറയുക, ഇതേപോലത്തെ വേറെ കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഓൾറെഡി നമ്മൾ കണ്ടു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ സംഭവിക്കാം. പിന്നെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർട്ട് പ്ലേ ചെയ്യാം എന്നിങ്ങനെയായിരുന്നു ഇനിഷ്യലി വന്നത്. തുടങ്ങി വന്നപ്പോൾ ചാലഞ്ചസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പുറത്തുനിന്ന് ഒരാൾ തക്കാളി പറിക്കുന്നോ അല്ലെങ്കിൽ ക്യുക്കമ്പർ പറിക്കുന്നോ അത് അത്ര പാടുള്ളതാണോ? തക്കാളി ഉണ്ടെങ്കിൽ പറിച്ചാൽ പോരെ. പക്ഷെ അത് കൂടുതൽ നോക്കുമ്പോഴാണ് ഈ എൻവയൺമെന്റ് അല്ലേ, സൂര്യപ്രകാശമുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, വെള്ളമുണ്ട്, അതും ചെടി വളരുന്നത് എങ്ങനെ, ഓരോ ദിവസവും ചെടി ചിലപ്പം പഠിക്കണം എന്ന് വിചാരിച്ചില്ലെങ്കിൽ പഠിത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ മാറിപ്പോയി. ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ ആ കോംപ്ലക്സിറ്റി സോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനും വരുന്നുണ്ട്. സാർ ഇപ്പം അഗ്രികൾച്ചറൽ റോബോട്ടിക്സ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ച് അക്കാദമിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഗവേഷണം നടത്താനായാലും അല്ലെങ്കിൽ ഇതേപ്പറ്റി പഠിക്കാനും ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ടെക്നോളജീനെ ഏറെ സംശയത്തോടെ നോക്കുന്ന അധ്യാപകരുണ്ട്, അതുമാത്രമല്ല ഗവേഷകരുണ്ട്, അതിനോടൊപ്പം തന്നെ കർഷകരുമുണ്ട്. അപ്പം ഇവരോടൊക്കെ സാറിന് പറയാനുള്ള ആ ഒരു ആശയം എന്താണ്? പൊതുവേ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ലോകത്തിന് തന്നെ പല സ്ഥലത്തും നടന്നൊരു നല്ല കാര്യമാണ്. സ്റ്റാർട്ടപ്സിന് വരാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്സിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഫൗണ്ടേഴ്സ് 2 പേര് അവർ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് അവർ അറിഞ്ഞത്. 1 വർഷം ഏകദേശം അവർ ഈ ഗ്രീൻ ഹൗസസിൽ പോയി താമസിച്ചു മനസ്സിലാക്കി എന്നുള്ളത്. അപ്പോൾ നമ്മളും വളരെ ഓഫൻ നമ്മൾ പോയി ഗ്രീൻ ഹൗസിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങൾ സ്റ്റാർട്ടപ്സിന് ഓപ്പർച്യൂണിറ്റി ഇവരെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, ഡ്രിവൺ ആയിട്ടുള്ള പിള്ളേർ വരുവാണ്.
അപ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതാണ് അവരുടെ ഇത്. അപ്പോൾ അവർക്ക് ടെക്നോളജി ഉണ്ട്, അവർക്ക് ഐഡിയാസ് ഉണ്ട്, ബുദ്ധിയുണ്ട്, കഷ്ടപ്പെടാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. അവർ ഹാർഡായിട്ട് വർക്ക് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ നമ്മുടെ സമയത്തും എനിക്കും അന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലാണെങ്കിലും വളരാൻ പറ്റി. പലവർക്കും ഒരു പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ സംസാരിക്കൂ. കോളേജിലാണെങ്കിലും ഒരു പ്രോജക്ട്സ് ആണെങ്കിലും പല പ്രോജക്ട്സും കോളേജിൽ നടത്തുന്ന പ്രോജക്റ്റ് അതിനാവശ്യമുണ്ട്, അല്ലെങ്കിൽ പലവർക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരതിനെ ഗ്രോ ചെയ്യുന്നു, അതിന്റെ ഫണ്ടിങ് വരുന്നു. അപ്പൊ ആൾക്കാരെ അവരെ ഹെൽപ്പ് ചെയ്യും. എനിക്കൊന്ന് ആരെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആൾക്കാരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഞാൻ ചിന്തിച്ച് ഇതൊരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു മെഷീൻ റോബോട്ട് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണുള്ള പ്രശ്നം അത് മനസ്സിലാക്കി റോബോട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന, യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ അത് ബി കൈൻഡ്. ആൾക്കാരുടെ അടുത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അതിനുള്ള ഒരു ആഗ്രഹമുണ്ട്, ലോകം മാറ്റണം എന്നുള്ളത് തന്നെയാണ് അവരുടെ എല്ലാ ഒരു വിശ്വാസവും ആഗ്രഹവും പ്രയത്നിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ജോലി ചെയ്യുന്ന മേഖലകളെ പറ്റി പറഞ്ഞു, സാറിൻ്റെ ആ ഒരു പഠന കാലത്തെ പറ്റി നമുക്കായിട്ട് പറഞ്ഞു നൽകിയിരിക്കുകയാണ്. ഇനി സാറിൻ്റെ കുടുംബം, ജീവിതം, അവയെ പറ്റി പറയാം. ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ചെയ്തത് തഞ്ചാവൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജോലി കിട്ടി, ഒരു വർഷം ടാറ്റ ഹിറ്റാച്ചിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ അമേരിക്കയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി മിഷിഗനിൽ പഠിച്ചിട്ട് ഒരു 10 വർഷം ടെക്സസിൽ ഉണ്ടായിരുന്നു, ഒരു ഡിസ്ഇൻഫെക്ഷൻ റോബോട്ടിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനിടയ്ക്കാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഭാര്യ ജ്യോത്സ്ന ഡോക്ടറാണ്. ഇപ്പോൾ അവിടെ വന്നിട്ട് റീസെർച്ച് ഒക്കെ ചെയ്യുന്നു, സ്റ്റെപ്സിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അച്ഛനും അമ്മയും ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പം സംസാരിക്കാൻ പറ്റിയത് തന്നെ നാട്ടിൽ അവരെ കാണാൻ വന്ന സമയത്ത് ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു കാലഘട്ടത്തിൽ അറിവിടങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, വിസ്തൃതമായിക്കൊണ്ടേയിരിക്കുകയാണ്. കാർഷിക മേഖലയും നൂതന സാങ്കേതിക വിദ്യകളൊക്കെ സമഞ്ജസ സമ്മേളിതമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം തന്നെ വർദ്ധിപ്പിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സംവാദത്തിന് ഇന്ന് നമ്മോടൊപ്പം എത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ദീപക് ജയരാജ് സാറിന് സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.